കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. നാട്ടുകാരെ സാക്ഷിയാക്കി മിഥുന്റെ കുടുംബത്തോടൊപ്പം മന്ത്രിമാരായ വി ശിവൻകുട്ടിയും കെ ബാലഗോപാലും ഗൃഹപ്രവേശനം നടത്തി. അതേസമയം മിഥുന്റെ അമ്മ സുജയ്ക്ക് സ്കൂളിൽ ജോലി നൽകണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി മാനേജ്മെന്റിനോട് അഭ്യർത്ഥിച്ചു. ജൂലൈ 17 മിഥുൻ വിട പറഞ്ഞു. KSTA സ്കൂൾ മാനേജ്മെന്റ്, വൈദ്യുതി, വിദ്യാഭ്യാസ വകുപ്പുകൾ ധനസഹായവും നൽകിയിരുന്നു. ഇതിനു പുറമെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മിഥുന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന് നിർദ്ദേശവും നൽകി. 20 ലക്ഷം രൂപ ചെലവിൽ 1000 സ്ക്വയർ ഫീറ്റ് വീട് പറഞ്ഞ സമയത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി. ഒന്നും പകരമാവില്ലെങ്കിലും സംസ്ഥാന സർക്കാർ തങ്ങളെ ചേർത്ത് പിടിച്ചതിലും വീട് നിർമ്മിച്ചു നൽകുന്നതിലും നന്ദിയുണ്ടെന്ന് പിതാവ് മനുവും അമ്മ സുജയും പറഞ്ഞു. ഇത് മോനേറ്റവും വലിയ ആരാണ് സ്വപ്നം കണ്ടതാ. പടങ്ങളിനകത്തൊക്കെ അറിയാമല്ലോ, അയാൾ ആഗ്രഹം സൗകര്യീകരിച്ചു. അത് അതേ സന്തോഷമുണ്ട്. മന്ത്രി നൽകിയ വാക്ക് യാഥാർത്ഥ്യമായതിൽ സന്തോഷമെന്ന് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളും നാട്ടുകാരും പറഞ്ഞു. കൂട്ടായ്മ കൊണ്ട് ഇങ്ങനൊരു വീട് ഇവിടെ പണിയാൻ പറ്റിയതിൽ പ്രതീക്ഷിച്ചില്ലല്ലേ? ഇല്ല, വിചാരിച്ചേക്കാളും വളരെ മികച്ച. അതെ, ആ കുട്ടിയുടെ ഒരു ആഗ്രഹം ഞങ്ങളെ അതിനൊരു ഭാഗമാകാൻ പറ്റിയത് വളരെ സന്തോഷം. അടിപൊളി ഒരു വീടാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട്. എത്രയോ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഒരിക്കൽ പോലും നമ്മൾ വിചാരിച്ചില്ല. അബദ്ധങ്ങൾ അത്രയ്ക്കും കിടന്ന് കഷ്ടപ്പെട്ടതായിരുന്നു. എന്നുവെച്ചാൽ ഒരുപാട് കടമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കെല്ലാം സന്തോഷമായി. ഇനി ഒരു കുട്ടിയുടെയും ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രിമാർ പറഞ്ഞു. പ്രതീക്ഷിതമായിട്ടൊരു അപകടം ഉണ്ടായി, ഒരിക്കലും നികത്താൻ കഴിയാത്ത നിലയിൽ മിഥുൻ നമ്മളെ വിട്ടുപിടിച്ചു. അപ്പോൾ തന്നെ ഞാനും ധനകാര്യ വകുപ്പ് മന്ത്രിയും കുഞ്ഞുമാനും ഒക്കെ തന്നെ ഇതിൽ ഇടപെട്ടു. കഴിയുന്ന കാര്യങ്ങളെല്ലാം ആ കാര്യത്തിൽ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും കൂടുതൽ മിഥുന് ഈ വീട് നിർമ്മിച്ചു കൊടുക്കുന്നത്. ഈ വീട്ടിലെ മിഥുൻ്റെ അമ്മയ്ക്കോ അച്ഛനോ ആർക്കെങ്കിലും നമ്മുടെ ആ സ്കൂളിൽ എന്തെങ്കിലും പരിഗണന കൊടുക്കാൻ വേണ്ടി കഴിയുമെങ്കിൽ ഒരു ജോലിയുടെ കാര്യത്തിൽ ഒരു പരിഗണന കൊടുക്കുന്നതിന് വേണ്ടി ആലോചിക്കണം എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട്, ഇവിടെ നമ്മളന്ന് വരുമ്പോൾ ചെറിയ ഒരു വീടെന്ന് പറയാവുന്നതല്ലാത്ത ഒരു ചെറിയ വീടായിരുന്നു. ആ വീടിൻ്റെ ഭിത്തിയിൽ മിഥുൻ വരച്ചിട്ടൊരു ചിത്രമുണ്ട്. ഒരു വീട് ഞാൻ വലുതാവുമ്പോൾ ഇങ്ങനെ വീട് വെക്കും എന്ന് പറഞ്ഞിരുന്നു എന്നുള്ളത് അന്ന് നമ്മൾ കണ്ടതാണ്, വാർത്തകളിൽ വന്നതാണ്. അപ്പം അങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ഇത് നമ്മുടെ എല്ലാ വീടുകളിലുണ്ടാകുന്ന ഒരു സംഭവം, ഒരു ദുഃഖം പോലെയാണ്. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയെ കുട്ടികൾ വിളിക്കുന്നു, ഞങ്ങളുടെ മന്ത്രി മാമൻ എന്ന് പറയുന്ന തരത്തിലേക്ക് ഓരോരുത്തർക്കും നേരിട്ട് കണക്റ്റ് തോന്നുന്ന തരത്തിലേക്ക് ഗവൺമെൻറ്റും ഉത്തരവാദിത്തപ്പെട്ടവരും പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രി ഇവിടെ എത്തി, ഞങ്ങളെല്ലാവരും എത്തി. മിഥുന്റെ നഷ്ടം നികത്താൻ കഴിയാത്തതാണ്. പക്ഷേ ആ മിഥുന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിൽ ഈ ഗവൺമെൻറ് വാക്ക് പാലിച്ചു. ചെയ്യാൻ കഴിയുന്നതേ പറയൂ, പറയുന്നത് ചെയ്തിരിക്കും എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ വാഗ്ദാനമാണ് മന്ത്രി വി ശിവൻകുട്ടി കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ അവരെ വെച്ചുകൊണ്ട് അവരുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 20 ലക്ഷം രൂപയ്ക്ക് ഈ മിഥുൻ ഭവനം നിർമ്മിച്ചപ്പോൾ താക്കോൽ കൈമാറിയിരിക്കുന്നതും ഗൃഹപ്രവേശനം നടന്നതും. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.